അല്ല എനിക്ക് കവിത ഭയങ്കര ഇഷ്ടമാണ്. പറ്റുമെങ്കിൽ രണ്ടുപേരും ഒന്ന് മൂളാവോ? ഒന്ന് ശരി, ഒരു അകലം വിട്ട് നിന്നേ. അതിനാ? ഇൻഷുറൻസ് എടുത്തിട്ടില്ല അതുകൊണ്ട്. അപ്പായി പാപ്പിയ അപ്പായി പാപ്പിയ അപ്പായി പാപ്പിയ പാപ്പിയ നാച്ചീറേ അപ്പായി പാപ്പിയ അപ്പായി നാച്ചീറേ. എങ്ങനെയുണ്ട്? എടാ നിനക്കൊരു ചുരപ്പും ഇല്ലെങ്കിൽ അവിടെ നിന്ന് മമ്മാറ്റി എടുത്ത് കിളയ്ക്കാൻ പോടാ. എന്റെ തോളി ഒന്ന് കേരളം എന്തിട്ടാ? അമ്മ, അച്ഛനെ കൊണ്ടുപോകാൻ ഒരാൾ വന്നേക്കുന്നു. അയ്യേ, അച്ഛനെ കൊണ്ടുപോകാൻ ഒരാൾ വന്നേക്കുന്നത് അങ്ങനെയൊക്കെയാണ് പറയുന്നത്? മക്കളെ, അത് ഞാൻ പറഞ്ഞു തരാടാ. അവന്റെ അച്ഛൻ ദിവാരം കൊച്ചോട്ടൻ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ആത്മാവി ആടിന്റെ ദേഹത്തുണ്ടാണ് അവൻ പറഞ്ഞത്. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ വിശ്വസിക്കുന്നല്ലോ. ഞാനാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കാറില്ല. ഞാനും ഇത് വിശ്വസിക്കില്ല നല്ലത്. ഞാനും വിശ്വസിക്കാത്തപ്പോ ഇതിനെ ഒരു ദിവസം ഞാൻ ഇത് അഴിച്ചുവിട്ടപ്പോ ഈ ആട് നേരെ ഓടിച്ചെന്ന് നമ്മുടെ സീമ ചേച്ചി ഇല്ലേ, സീമ ചേച്ചി ചക്ക വെട്ടിപ്പറിക്കുന്നിടത്ത് പോയി അയവെട്ടം തന്നു. അപ്പൊ ഞാൻ ഉറപ്പിച്ച് അച്ഛന്റെ ആത്മാവ് ഇതിന്റെ ദേഹത്തുണ്ട്. അതെങ്ങനെ അറിയാൻ പറ്റും? ജീവിച്ചിരുന്നപ്പോ അച്ഛനും ഇതുപോലെ ആയിരുന്നു. സീമ ചേച്ചി എവിടെ ഉണ്ടോ അവിടെ നിന്ന് ന്യായം പറഞ്ഞുകൊണ്ട് നിൽക്കും. അങ്ങനെയായിരുന്നു. അല്ല, ഈ അച്ഛൻ എങ്ങനെയാ മരിച്ചത്? അത് മാത്രം ചോദിക്കല്ലേ മോനെ. അല്ല, ഈ മരിച്ചത് എങ്ങനെയൊന്ന് പറയാ. അത് മാത്രം ചോദിക്കല്ലേ മോനെ. അറിയാൻ വേണ്ടി പറയാമ്മ. ഒരാള് പറയൂലെന്ന് പറയുമ്പോ എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? അമ്മയ്ക്ക് അച്ഛൻ മരിച്ച കാര്യം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അമ്മയ്ക്ക് പറയാൻ പറ്റോ? അല്ല, കുളിക്കടവില് പെണ്ണുങ്ങളെല്ലാം കൂടെ സോപ്പിനെറിഞ്ഞു കൊന്നെന്ന് പറയാൻ പറ്റോ?